അയോധ്യയിലെ മിൽക്കിപൂരിൽ ബിജെപിയുടെ മധുര പ്രതികാരം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി ചന്ദ്രഭാനു പാസ്വാന് മിന്നും ജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദിൽ ബിജെപി പരാജയപ്പെട്ടിരുന്നു. ഉത്തർപ്രദേശിൽ അയോധ്യ ജില്ലയിലെ മിൽക്കിപൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി നേടിയത് തകർപ്പൻ ജയം. 39-കാരൻ ചന്ദ്രഭാനു പാസ്വാൻ താമര വിരിയിച്ചത് ബിജെപി കണക്ക് കൂട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ. സമാജ്വാദി പാർട്ടി നേതാവും ഫൈസാബാദ് എംപിയുമായ അവധേഷ് പ്രസാദിന്റെ മകൻ അജിത് പ്രസാദാണ് പരാജയപ്പെട്ടത്. പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദിൽ ബിജെപി പരാജയപ്പെട്ടിരുന്നു. മൂന്നാമതും അധികാരത്തിലെത്തിയെങ്കിലും ഫൈസാബാദിലെ തോൽവി ബിജെപിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. ഇതോടെയാണ് മിൽക്കിപൂർ ഉപതെരഞ്ഞെടുപ്പ് ശ്രദ്ധാകേന്ദ്രമായത്. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീറും വാശിയും നിറഞ്ഞു. യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ട് തന്നെ ബിജെപി പ്രചരണത്തിന്റെ മേൽനോട്ടം വഹിച്ചു. വലിയ ഭൂരിപക്ഷത്തോടെ മിൽക്കിപൂരിൽ നേടിയ വിജയത്തിൽ ബിജെപിക്ക് അഭിമാനിക്കാം. मिल्कीपुर की जनता ने जिस तरह से अपार जन समर्थन दिया है, उसके लिए मैं मिल्कीपुर की जनता के चरणों में कोट कोट प्रणाम करता हूं, वंदन अभिनंदन करता हूं। हम लोग सरकार द्वारा जो जन कल्याणकारी योजनाएं चलाई जा रही हैं, उसको हम लोग जन जन तक पहुंचाने का काम किए. സിറ്റിംഗ് സീറ്റ് നഷ്ടമായത് സമാജ്വാദി പാർട്ടിക്ക് തിരിച്ചടിയായി. भारतीय जनता पार्टी इस तरह से पूरी तरह से विज्ञ है, उसके संज्ञान में है, जानकारी में है कि भारतीय जनता पार्टी मिल्कीपुर विधानसभा से बहुत बुरी तरह से हारेगी, पराजित होगी। हालांकि उन्होंने एक महीना पहले से ही 1 दर्जन से जैसे तमाम अपने मंत्रिपरिषद के लोगों को लगाया है, 1 महीने से ज्यादा हो गया, वो वहां रह रहे हैं, डेरा डाले हैं कुमारगंज यूनिवर्सिटी में और कहीं पर डेरा डालकर काम कर रहे हैं। लेकिन उसमें तो ज्यादातर ऐसे लोग हैं जो अपने चुनाव में स्वयं नहीं हारे हैं, और लोकसभा का जो चुनाव हुआ है उस चुनाव में अपने क्षेत्र में बुरी तरह हारे हैं, तो यहाँ उनका कोई पैर नहीं लगेगा। यहाँ समाजवादी पार्टी, वहाँ के लोग देवतुल्य मतदाताओं की कृपा से. ന്യൂസ് 18 ഡൽഹി. തമിഴ്നാട് ഈറോഡ് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ DMKയ്ക്ക് ജയം. 30,000-ലധികം വോട്ടുകൾ നേടിയാണ് ചന്ദ്രകുമാർ VC വിജയമുറപ്പിച്ചത്. MLA ആയിരുന്ന കോൺഗ്രസിലെ VKS ഇളങ്കോവന്റെ മരണത്തെ തുടർന്നാണ് ഈറോഡ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്. നാം തമിഴർ കക്ഷിയുടെ MK സീതാലക്ഷ്മിയാണ് 2ാം സ്ഥാനത്ത്. മുഖ്യപ്രതിപക്ഷമായ AIDMK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. ഘടകകക്ഷികളുടെ എതിർപ്പ് മറികടന്നും പാലക്കാട്ടെ ബ്രൂവറിയുമായി മുന്നോട്ട് പോകാൻ CPM. പദ്ധതിയിൽ നിന്ന് പിന്മാറ്റം ആലോചനയില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ ഘടകകക്ഷികളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നായിരുന്നു ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്. കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കുന്ന കാര്യം മുന്നണിയിൽ ചർച്ച ചെയ്തുവെന്ന കൺവീനറുടെ നിലപാട് പാർട്ടി സെക്രട്ടറി തള്ളി.